പുന്നക്കുളം സംസ്കൃത യു.പി. സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചത്. വെള്ളത്തിലെ എക്കൽ കാരണം ഇവിടെ കുടിവെള്ള പ്രശ്നം നിലനിന്നിരുന്നു. എക്കൽ വെള്ളം കാരണം കുടിവെള്ള പ്രശ്നം നിലനിന്നിരുന്ന പുതിയകാവ് ഗവൺമെന്റ് സംസ്കൃത സ്കൂളിലാണ് സൗജന്യമായി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചത്. SMC കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം സ്വകാര്യ കമ്പനികളാണ് പ്യൂരിഫയർ സ്ഥാപിച്ചു നൽകിയത്. പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം ഡോക്ടർ AM നാസർ നിർവഹിച്ചു. നമ്മൾക്കിപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ ദിവസവും ഒരു ഷിഗല്ല അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഷിഗല്ല കൊണ്ട് രോഗം പടരുന്നു. ഇത് ഏറ്റവും കൂടുതൽ UV റേസ് വെച്ച് പ്യൂരിഫൈ ചെയ്യുന്ന ഏറ്റവും 7 സ്റ്റേജ് പ്യൂരിഫയർ ഉള്ള ഒരു വെള്ളമാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ബാക്കി ചില സ്കൂളുകളിൽ തണുത്ത വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കൊച്ചു കുട്ടികളായതുകൊണ്ടാണ് തണുത്ത വെള്ളം തരാതിരുന്നത്. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ തണുത്ത വെള്ളം കൊടുക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും അസുഖം വരുമെന്ന് വിചാരിച്ചാൽ ചില സ്കൂളുകളിൽ തണുത്ത വെള്ളവും കൊടുക്കുന്നത് വലിയ സ്കൂളുകളിൽ. അപ്പൊ ഇത് നിങ്ങൾ നല്ലപോലെ ഉപയോഗിക്കണം. ഇതിന് 1,30,000 രൂപ ചെലവുള്ള സ്കീമാണ്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ സ്പോൺസർ ചെയ്യുക ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കുന്നത് നമ്മുടെ വെർബാങ്കിലെ മാനേജറാണ്. പുള്ളി നമുക്ക് വേണ്ടി ഈ സംരംഭം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ്. SMC കമ്മിറ്റി ചെയർമാൻ KS പുരം സുധീർ അധ്യക്ഷത വഹിച്ചു. ആനിമൽ ഹെൽത്ത് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഡോക്ടർ MA നാസർ ആബിസ് പെറ്റ് ക്ലിനിക് ആൻഡ് യൂബി സ്പാ ചുറ്റുമുറയും ചേർന്നുകൊണ്ടാണ് ഈ സാധനം നമ്മൾ തന്നിരിക്കുന്നത്. ഏതാണ്ട് 1,30,000 രൂപ വില വരുന്ന ഒരു സാധനമാണ്, വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മുടെ സ്കൂളിൽ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ മനസ്സാണ് അവരിലൂടെ ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻ പ്രിൻസിപ്പൽ കലീലുദ്ദീൻ, ഗോപകുമാർ, ഡോക്ടർ തനോജ്, അനിൽകുറുപ്പ്, സതീഷ് കുമാർ, പ്രിൻസിപ്പൽ പ്രമീള, സീനിയർ അധ്യാപിക രാഖി എന്നിവർ പങ്കെടുത്തു. ചിലപ്പോൾ പൈപ്പിന് എന്തെങ്കിലും ബ്ലോക്ക് വന്നിട്ട് വെള്ളം വരത്തില്ല. ഈ സാഹചര്യത്തിൽ നിങ്ങളത് ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു പ്ലംബറിനെ, നിങ്ങളുടെ ലോക്കലിലുള്ള ഏതെങ്കിലും ഒരു പ്ലംബറെ വിളിച്ചിട്ട് ഒരു 100-200 രൂപ കൊടുത്താൽ മതിയായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കേടുപറ്റി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് ഒരിക്കലും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെന്ന് ഈ അവസരത്തിൽ നമ്മുടെ ചെയർമാനോട് പറയണം. അതോടൊപ്പം തന്നെ ചെയർമാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഡെസ്ക്, ബെഞ്ച് അത് നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ഈ 26-27 പ്രോജക്റ്റിൽ നമ്മൾ വെക്കുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.